മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്ന ബൊക്കാഷി ബക്കറ്റ് വിതരണം കാഞ്ഞങ്ങാട് നഗരസഭയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിലാണ് ബൊക്കാഷി ബക്കറ്റ് വിതരണം നടന്നത്. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ണൂരിലെ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. ഉറവിട മാലിന്യ സംസ്കരണത്തിൽ അതിനൂതനവും ഉപയോഗിക്കാൻ എളുപ്പവുമായ മാർഗമാണ് ബൊക്കാഷി ബക്കറ്റുകളെന്ന് സുജാത KV പറഞ്ഞു. അത് ചീഞ്ഞുണ്ടാകുന്ന വെള്ളം, അതും ചെടികൾക്കൊക്കെ വളരുന്നതിന് ആവശ്യമായിട്ടുള്ള പോഷകം അടങ്ങിയിട്ടുള്ള ദ്രാവകമാണ്. അത് നമുക്ക് ഊറ്റിയെടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. ഇതിനൊക്കെ എങ്ങനെയാണോ അത് പരിപാലിക്കേണ്ടുന്ന രീതികളുണ്ട്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാം പരാജയം എന്നുള്ള രൂപത്തിൽ നേരത്തെ സെക്രട്ടറി പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള അതിൻ്റെ മാർഗങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിപാലിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാലിന്യ സംസ്കരണത്തിൻ്റെ ഉപാധിയായിട്ട് ഉപയോഗിച്ചവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒന്നാണ് ബൊക്കാഷി ബക്കറ്റ് എന്നുള്ളത്. അടുക്കള മാലിന്യങ്ങൾ ദുർഗന്ധമില്ലാതെ വളമാക്കി മാറ്റി മാലിന്യ സംസ്കരണത്തിനും കൃഷിക്കും മാതൃക തീർക്കുകയാണ് ബൊക്കാഷി ബക്കറ്റുകൾ എന്നും ഇവർ പറഞ്ഞു. വിവിധ വാർഡുകളിലായി 1050 വീടുകളിലാണ് ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തത്. കണ്ണൂരിലെ ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ബൊക്കാഷി ബക്കറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുന്നത്. ചടങ്ങിൽ നഗരസഭാ സെക്രട്ടറി മനോജ് N സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ അബ്ദുള്ള ബിൽട്ടക് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV സരസ്വതി ആശംസകൾ അറിയിച്ചു. ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽസ് മാർക്കറ്റിംഗ് മാനേജർ ദിലീപ് കുമാർ ബൊക്കാഷി ബക്കറ്റുകൾ ഉപയോഗിക്കേണ്ട ശാസ്ത്രീയ രീതികൾ വിശദീകരിച്ചു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.